ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഹേറ്റേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസമായി വീഡിയോ പെൻഡിങ് ആയിട്ട് വരുന്നു. കഴിഞ്ഞ പോലെ ഞാൻ ഇടാൻ ട്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ദീച്ചുവിനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ദീച്ചൂട്ടൻ വീട്ടിലുള്ളത് ഞാൻ കാസർഗോഡ് നിന്ന് ഒരു 2-3 ദിവസമായി എറണാകുളത്തോട്ട് വന്നിട്ട് എന്തെങ്കിലും ഇവിടെ എൻ്റെ ഒരു കുഞ്ഞാവശ്യം ഉണ്ടായി. അപ്പോൾ അത് സെറ്റാകാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അതെന്തെന്നല്ല ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം. പിന്നെ പറയാം. നടക്കുന്നതിനായിട്ട് മുമ്പ് എൻ്റെ എന്ത് കാര്യം പറഞ്ഞെങ്കിൽ നടക്കില്ല. അത് നിങ്ങൾക്ക് അറിയുമല്ലോ, നിങ്ങൾക്ക് അറിയും, എനിക്കും അറിയും. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചിട്ട് വീട്ടിലൊക്കെ പോകുന്നു ഗൈസ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആൾക്കാരെല്ലാം ചെറപ്പറന്ന് സൗണ്ടെല്ലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എങ്ങനത്തെ ഗൈസ്. ഇനിയിപ്പോൾ ബാഗ്, ഡ്രസ്സ്, തുണി, മാനി അതെല്ലാം ബാഗിൽ നിറച്ചിട്ട് പോകണം ഗൈസ്. മടിയാണ് ട്രെയിനിൽ പിടിച്ചിട്ട് പോകാൻ. എന്തായാലും പോയല്ലേ കൈവാട. എത്ര 4 ദിവസമായി ബെജാറാന്ന് ഗൈസ്, ബെജാറ്. അപ്പോൾ വാ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ബാക്ക് നോയ്സ് കൊടുക്കുന്നത് എന്താ പറഞ്ഞാൽ ആടാരോ പാട്ട് വെച്ചിട്ടുണ്ടതിന്. പാട്ട് എന്തോ കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിയായിട്ടാണ് ഗൈസ് ഞാനിനി ബാക്ക് നോയ്സ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉച്ചക്കത്തെ 2 മണിക്കുള്ള ട്രെയിനിനാണ് പോകാനുണ്ടായത്. അപ്പോൾ അത് കിട്ടിയിട്ട് എനിക്ക് മിസ്സായിപ്പോയി. അങ്ങനെ വൈകിട്ട് 6 മണിക്കുള്ള ട്രെയിനിന് ഞാനിപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ 2-3 അലവലാതി ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് എടുക്കോ പോയിന് തെണ്ടാൻ പോയിന്, പിന്നെ 2 ഉണ്ട് എന്നെ കൊണ്ടാക്കാൻ വരാമെന്നെല്ലാം പറഞ്ഞിട്ട് പറ്റിച്ച് ഗൈസ്. ലാസ്റ്റ് ഞാൻ റിക്ഷയിൽ തന്നെ പോകേണ്ട അവസ്ഥയൊക്കെ എത്തി ഗൈസ്. ഊബർ വിളിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആയിരുന്നു ഗൈസ്. ഊബറില്ല ഗൈസ്. ഇപ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിലില്ലേ, നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ഗൈസ്. നമ്മൾ ബാക്കിലെ കൂടിയിട്ട് വന്നൊക്കെ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ് ഞാൻ ട്രെയിന് കയറി ഗൈസ്. ഞാൻ മണ്ടയിൽ മീത്തത്തെ സീറ്റ്, അത്യാവശ്യം സീറ്റെല്ലാം ഉണ്ട്. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. എപ്പോഴും ഇറങ്ങി കുത്തി മറിഞ്ഞ് വരുന്ന തിരക്കില്ല. പിന്നെ ഇതിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഇല്ല. ഓക്കെ, ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതിൽ കയറിയ വലിയ ഇത്ര പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, വല്ലാത്ത ജാതി. ഇത് നാട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 6 മണി, 6:50, 7 മണിക്കെന്തോ ഇത് വിടുന്നത്. അവിടെ എത്തുമ്പോൾ 1 മണി എന്തായാലും ആവും തോന്നുന്നു. എൻ്റെ നാട്ടിലെത്തിയിട്ട് വീട്ടിലൊക്കെ പോകണം. വീട്ടിലൊക്കെ ഓൻ അപ്പൂസ് വരും ഗൈസ് കൂട്ടാൻ. അപ്പൂസ് വരുമോ എന്നറിയില്ല. അപ്പൂസിനോട് പറഞ്ഞില്ലേ കൂട്ടാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൂസ് മീൻസ് അനിയൻ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യമെല്ലാം കാണിച്ചു തരാം. പോകുമ്പോൾക്ക് എന്ത് മേടിച്ചിട്ട് ഗൈസ് ഫുൾ ടോസ് മാത്രം മേടിച്ചിട്ട് ഞാനങ്ങനെ ട്രാവലാക്കുമ്പോൾ അധികം യൂസ് ആക്കുന്നത് സാധനം എന്ന് പറഞ്ഞാൽ അച്ചാറായിട്ടുണ്ടാവും. ഇതിന്ന് ഞാൻ 2 ഫുൾ ടോസ്, പിന്നെ ചിമ്മീസ് അച്ചാറില്ല മാങ്ങേൻ്റെ, അത്, ഒരു പേട, ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാന്ന് അറിയില്ല ഗൈസ്. എന്തെങ്കിലും ഞാൻ കഴിയുന്ന പോലെ ഇതുപോലെ ഞാൻ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഉറക്ക് വരും ഗൈസ്, കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിവിടെ ഇപ്പം എൻ്റെ പൊന്നു ഗൈസ്, തൃശ്ശൂർന്ന് ആൾക്കാർ കയറി, പിന്നെ മലപ്പുറത്തുനിന്നും കയറി ഗൈസ്. അങ്ങനെ അത്ര ഒരു നിൽക്കുന്ന ഒരു സൈസിൽ ആൾക്കാരുണ്ടായിന്. ഞങ്ങൾക്ക് ഉറക്ക് വരുന്നു ഗൈസ്. ഞാൻ കിടക്കുന്നു, തിരിയുന്നു, മറിയുന്നു, കഴിയുന്നില്ല. മീൻസ് സൗണ്ട് അപ്പുറത്തൊരു പയ്യനുണ്ടായി ഗൈസ്. ചറപ്പറാന്ന് ഫോൺ വേണ്ടിക്കൊണ്ട് എൻ്റെ സീറ്റിൽ കാല് വെച്ചിട്ട് കാല് ചവിട്ടിക്കൊണ്ട് ഞാൻ പയ്യൻ 2-3 ചവിട്ടി. എനിക്ക് ഉറക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ താഴെ ഇരുന്ന ആൾക്കാർ അങ്ങനെ എന്തോ പോലെ ഫീൽ ആയിക്കൊണ്ടുണ്ടായി. നല്ല ഉറക്കം വന്നൊന്നുണ്ടായി. അതിൻ്റെ ഇടയിൽ എൻ്റെ ഐലൈനർ പെരുക്കി ഗൈസ്. ഐലൈനർ പെരുങ്ങി അതിനെ ചിള്ളാൻ തുടങ്ങി. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് മീൻസ് ഫുള്ള് സൗണ്ട്. ഞാൻ എൻ്റെ പണി ഗൈസ് ബോട്ടിൽ ഇളക്കിച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഞാൻ ട്രെയിനിൽ ഒട്ടിച്ച് വെച്ച് അതിങ്ങനെ പറ്റിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ തന്നെ ജസ്റ്റ് പറ്റിച്ചിട്ട് വെച്ച് ഞാൻ എന്തെല്ലോ കുരുത്തക്കട ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ബാഗ് എൻ്റെ ഇരിക്കുന്ന ലാസ്റ്റ് എൻ്റെ പൊന്നു ഗൈസ്. ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്ത് ഭയങ്കര കലമ്പ്. ഒരാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് വെച്ചിരുന്നു പറഞ്ഞിട്ട് കലമ്പ്, കിടക്കാൻ വേണ്ടിയിട്ട് സീറ്റ്. ഇതേതോ ഒരു പയ്യന് ഗൈസ് പണിക്ക് പോയിട്ടില്ല,
പണി ശരിയായിട്ട് അതിൽ പറഞ്ഞിട്ട് ആരോടല്ലോ ഹിന്ദിയിൽ കലമ്പുന്നുണ്ടായി ഗൈസ്. പിന്നെ കോഴിക്കോട് നിന്ന് ഈറ്റിങ്ങാല ഭാര്യ വലിച്ചിട്ട് കയറി ഗൈസ്. എൻ്റെ നെഞ്ഞിലൊക്കെ തന്നെ ഒന്നാകെ അതും ഇതെല്ലാം വലിച്ച് ചാടി ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ഉറക്ക് വന്നിട്ട് കഴിഞ്ഞിട്ട് ഓറ 2 സൈഡ് ചവിട്ടിയിട്ട് മൂലൊക്കെ ആക്കിയിട്ട് ഞാൻ നല്ല മജയിൽ കിടന്നു ഗൈസ്. കണ്ട ഇങ്ങനെ ഇരുന്നിന്, ഞാൻ ഇങ്ങനെ ഇരുന്നിന്, ഞങ്ങൾക്ക് കഴിയുന്നില്ല ഗൈസ്, തല പൊന്തുന്നേ ഉണ്ടായിട്ടാ. പിന്നെ കഴിയുന്നില്ല ഗൈസ്. ലാസ്റ്റ് അങ്ങനെ എല്ലാം വീട്ടിലൊക്കെ എത്തി. വീട്ടിലൊക്കെ എത്തുമ്പോൾ തന്നെ ദീച്ചൂട്ടന് നല്ല ഉറക്ക്. ഞാൻ അങ്ങനെ പോയി കുളിച്ച് ഗൈസ്. കുളിച്ചിട്ട് വന്ന് ചോറ് വേയിച്ച് നല്ല കോഴിക്കറിയെല്ലാം ഉണ്ടായിന്. പിന്നെ എൻ്റെ മുഖത്ത് ഫുള്ള് പിമ്പിൾസ് വന്നിന് ഗൈസ്. ക്രീം യൂസ് ആകാതെ കുറേ ആയി. അങ്ങനെ എൻ്റെ ലെക്സ ക്രീം കുറച്ച് ഫേസിൽ അപ്ലൈ ആക്കി. ഞാൻ ക്രീംസ് വീട്ടിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായതുകൊണ്ട് തന്നെ യൂസ് ആക്കിക്കൊണ്ടുണ്ടായില്ല. അങ്ങനെ യൂസ് ആക്കിയിട്ട് കിടന്നു ഗൈസ്. രാവിലെ കുറച്ച് കുറവ്. അപ്പോൾ ഗൈസ് രാവിലെ ആയി. ദീച്ചുട്ടനൊരു 7 മണിയാകുമ്പോൾ എണിച്ചിന്. അല്ല ദീച്ചു അല്ലേ? നീ ഹാപ്പിയാ? പണി പോയാ? അപ്പോൾ രാത്രിത്തെ കുറേ കഴിഞ്ഞിട്ടാ നല്ല റഷ് ഉണ്ടായി ട്രെയിനിൽ. ആദ്യം കയറുമ്പോൾ ഒന്നും ഉണ്ടായിട്ടാ ഗൈസ്, അത്ര വലിയ തിരക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. കോഴിക്കോട് നിന്ന് ആൾക്കാർ കയറി ഗൈസ്. എൻ്റെ ദൈവമേ, അങ്ങനെ ആൾക്കാർ കയറിന് ഫുള്ള്. ഞാൻ കിടന്നിട്ടുണ്ടായി, എൻ്റെ മേത്തേക്കെല്ലാം വലിയ ലോറി പോലത്തെ ബാഗ് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഫുള്ള് റഷ് ഉണ്ടായിന്. പിന്നെ ട്രെയിനിൽ അങ്ങനെ ഒരു ബാത്റൂമിലൊരു വെള്ളവും ഇല്ല. ഫോണ് കുത്തിയിടാനുള്ള പ്ലഗിൽ ഒരു കറണ്ടും വരുന്നില്ല, കറണ്ട് ഇല്ലാത്ത എന്ത് കഥ എന്ന് പറയുന്നില്ല. ഭയങ്കര ടോയ്ലറ്റ് ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലീന് വൃത്തിന്ന് പറയുന്നൊരു സംഗതിയില്ല. എല്ലാം പിന്നെ പറാഗ് അത് ഇതെല്ലാം തിന്നിട്ട് തുപ്പിയിട്ട് വേസ്റ്റ്. പിന്നെ കള്ളിൻ്റെ ബോട്ടിൽ, ജ്യൂസിൻ്റെ ബോട്ടിൽ എല്ലാം ബാത്റൂമിൽ, കുപ്പി. ടോയ്ലറ്റിലൊക്കെ പോവാനേ കഴിയുന്നില്ല ഗൈസ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ട് ഒന്നാമത് ഫോൺ കുത്തിയിടാനുള്ള പ്ലഗ് നേരെ ഉണ്ടായിട്ടാ. പോകുന്ന ട്രെയിനിലും ഉണ്ടായിട്ടാ, വരുന്ന ട്രെയിനിലും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. പിന്നെന്ത് ഗൈസ് ദീച്ചൂട്ട അങ്കനവാടിക്ക് പോകാൻ തുടങ്ങിയത് ഗൈസ്. അതിനോണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ അങ്കനവാടിക്ക് പോകുന്നുള്ളത്. ദീച്ചൂട്ടനിപ്പോൾ അമ്മേൻ്റെ വീട്ടിലാണ് ഗൈസ്. പ്രജുവേട്ട പണിക്ക് പോയിരിക്കുകയാണ്. പ്രജുവേട്ടനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ അമ്മ ഉണ്ട്, അമ്മ പണിക്കോയിന്, അമ്മൂമ്മ ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ദീച്ചു ഒരു ഹായ് പറ. നിന്റെ പേരെന്ത്? പേരെല്ലാം പറയുന്നത് ദീച്ചോന്. പേരെന്ത്? ദീച്ചു. എത്രയിൽ പഠിക്കുന്നേ? ഒന്നില്ല. അങ്കനവാടി? ഒന്നില്ലല്ല, അങ്കനവാടിയില്. അങ്കനവാടിയില്. അതെയാ? ചായ കുടിച്ചാ? എന്ത് ചായക്ക്? എന്തപ്പോ? ഓട്ടുപള. കറി എന്തിയേ? കൊക്കോ. പനി പോയാ? ഹാപ്പിയാ? കൊതുവല്ല, ഈച്ച. ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ പറ. ഗൈസോന് ബലൂണെല്ലാം ഊതി വീർപ്പിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ രാത്രി വന്ന് ഫുഡ് കഴിച്ച് കിടന്ന് ഇപ്പോൾ രാവിലെ എണിച്ചിട്ടാണ് വൈൻഡ് അപ്പ് വീഡിയോ എടുക്കുന്നുള്ളത്. എന്താ പറയല് ഗൈസ് കുരു വന്ന് ഗൈസ്. മേക്കപ്പ് അലർജി ആയി. കുരു 2-3 കുരുവെല്ലാം വന്ന്. നെറ്റിൽ കുരു വന്ന്, ഫുള്ള് കുരു വന്ന്. എൻ്റെ പ്രോഡക്റ്റ് യൂസ് ആക്കാൻ കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ രണ്ടാമത് കുറച്ച് കുറഞ്ഞു. ഇന്നലത്തേൽ നല്ല കുറവുണ്ട് ഗൈസ് കുരു. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ട്രാവൽ വ്ളോഗ് തുടങ്ങുന്നതിലുണ്ട് ഗൈസ്. അറിയില്ല, ഞാൻ കുറേ കൊല്ലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും കുഞ്ഞിക്കും ഹസ്ബൻഡിനും കഴിഞ്ഞിട്ടെങ്കിൽ ഒന്നെങ്കിൽ ഹസ്ബൻഡായിട്ട് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ ഞാനായിട്ട് തുടങ്ങും ഗൈസ്. ഞാൻ കരുത്തുള്ളവളാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളെ ചാനൽ ഫസ്റ്റായിട്ട് നോക്കുന്നവർ ഇത് വിട് ചിച്ചി ഞങ്ങളെ ചാനൽ ഫസ്റ്റായിട്ട് നോക്കുന്ന സബ്സ്ക്രൈബ് എന്ന് പറയും. ഇല്ല, അത് പറയാൻ അറിയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കുക. അങ്ങനെയൊക്കെ ഇട ഉമ്മ ഇട. ബൈ ഗൈസ്. ബൈ പറ. ഗൈസ് പറ. ഗൈസ് പറ. ഗൈസ്.